അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഫാമുണ്ട്. നമുക്ക് ഫാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് മീനൊക്കെ ഉള്ളതുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, അപ്പം നിങ്ങളുടെ അടുത്ത് എൻ്റെ മീൻ എങ്ങനെ ആഗ്രഹം വന്നത്, അങ്ങനെ ഒരു കഥ പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് മീനെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്നായിരിക്കില്ല എൻ്റെ ഒരു 6ാം ക്ലാസ് കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. 6ാം ക്ലാസ് കാലഘട്ടത്തിലാണ് എനിക്ക് ഇവിടെ അപ്പുറത്ത് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടന്മാർ ആദ്യമേ മീൻ വളർത്തി. എനിക്ക് അങ്ങനെ ഫസ്റ്റ് ആദ്യമേ 6ാം ക്ലാസ് സമയത്തൊക്കെ എനിക്ക് മീനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. അന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന 10 രൂപ കൊണ്ടായിരിക്കും മീനൊക്കെ വാങ്ങുമ്പോൾ. അത് എനിക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ 10 രൂപ എന്നാൽ മീൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ 10 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കാരണം കാല് പിടിച്ച് പൈസ മേടിച്ചുകൊണ്ട് പോയി മീൻ മേടിച്ച് നമ്മളൊരു പെട്ടിയില്ലേ, സാധനം പെട്ടി മതി, അതിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്താണ് മീൻ കിട്ടും. എനിക്കറിയത്തില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മീൻ ചത്തുപോയി ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വേറെ ചേട്ടൻ 10 രൂപ വേറെ മീൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോയി മീൻ മേടിച്ചു. അല്ല നമ്മൾ മേടിക്കുന്നത് ഗപ്പിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒടുവിൽ ഒരാൾ വന്ന്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കി കഥ പറയണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗപ്പി നമുക്ക് ഇഷ്ടമായിരുന്നു. ഗപ്പി ഭയങ്കര ഇതായിരുന്നു, ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഗപ്പിയെ വാങ്ങിച്ച് ഒരു ജോഡി വാങ്ങിച്ച്, സാധാ ഗപ്പി കേട്ടോ, സാധാ സാധനം, ഹൈബ്രിഡൊന്നുമില്ല, സാധാ സാധനം. അങ്ങനെ നമ്മൾ മീനെയൊക്കെ വാങ്ങിച്ച് പിന്നെ വളർത്തി തുടങ്ങി. അങ്ങനെ വളർത്തി കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മീൻ ഒരുപാടായി വന്നു. അപ്പം പിന്നെ മോഷ്ടാക്കളുണ്ടാവുമല്ലോ, മോഷ്ടാക്കൾ അങ്ങനെ വന്ന് കുറച്ച് മീനൊക്കെ എടുത്തുകൊണ്ട് പോയി. മോഷ്ടാക്കൾ കൊച്ചു പിള്ളേരെ അറിയത്തില്ല, കുറച്ച് മീനൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ മീനിനെ അടച്ച് നന്നായിട്ട് അടച്ചൊക്കെ വെച്ച്, എനിക്കിനി മറ്റേ ഷീറ്റൊക്കെ ഇട്ട് അടച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കല്ലൊക്കെ വെച്ച് എന്നിട്ട് ഒരു രീതി വെച്ച് അപ്പം പൊക്കിയിട്ട് എടുക്കുവാണെങ്കിൽ എടുത്തിട്ടുണ്ടോന്ന് അറിയാൻ പറ്റുമല്ലോ. മീൻ പോയാൽ പോയി, അത് വേറെ ആയിരിക്കും. അങ്ങനെ മീനൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ വളർത്തി തുടങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചാൽ നിർത്തി, എന്തൊക്കെയോ ആവശ്യങ്ങളായതുകൊണ്ട് നിർത്തി. പിന്നെ ഈയിടെ ആയപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി. ഈ ഒരു വെക്കേഷൻ സമയമായപ്പോൾ വീണ്ടും തുടങ്ങി. ഇപ്പോൾ ഈ മാസമായപ്പോൾ വീണ്ടും തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ കണ്ട് ഞാൻ കുറേ മീനൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പം മീനൊക്കെ വാങ്ങിച്ച് പതുക്കെ ഫ്രിഡ്ജ് വെട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ വളർത്തി തുടങ്ങി. ഇപ്പോൾ ഒരു 1 2 4ഓളം ഐറ്റം കിടപ്പുണ്ട്, 4ഓളം ഹൈബ്രിഡ് കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം അതൊക്കെ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പം അത് കാണിക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മീനിൻ്റെ വീഡിയോ ഇതിനകത്ത് മീനും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഗൈസ്, അപ്പം നമുക്ക് തെറ്റൊക്കെ കാണും ഗൈസ്. അപ്പോൾ ഇതൊക്കെ തെറ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തന്ന് ഒന്ന് സെറ്റാക്കി കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് മീനെ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മീനിൻ്റെ എൻ്റെ അത് കിടക്കുന്നതെങ്കിൽ ഏറ്റവും അടിപൊളി മീൻ ആദ്യം കാണിച്ചു തരാം. അല്ല അടിപൊളി മീനാണ്, അത് വേറെ കാര്യം. അത് നമ്മൾ കാണിച്ചു തരാം. അത് കണ്ടോ ഗൈസ്, നമ്മൾ ഇതിനെ ഡെപ്പയിലോട്ട് മാറ്റി. കാര്യം ഇതിൻ്റെ ഫീമെയിൽ അങ്ങ് ഡെഡായിപ്പോയി കേട്ടോ. നമ്മൾ മേടിച്ചതിനകത്ത് അതാ ഡെഡായത്. കൈയെടുത്ത് കാണിച്ചു തരാവേ ഗൈസ്. കണ്ട, ഇതാണ് പർപ്പിൾ ബെറി. ഇത് നമ്മുടെ ആയിട്ടില്ല കേട്ടോ, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഫീമെയിൽ ഉള്ള സമയത്ത് കുറച്ച് ബ്രീഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ. ഫീമെയിൽ ഉള്ള സമയത്തുള്ളതാണ്. ഇനിയിപ്പം ഇവന്മാരെ വളർത്തി സെറ്റാക്കി എടുക്കണം ഗൈസ്. ഉണ്ട് ഈ അക്വേറിയത്തിലൊന്നും ഒരു മീനും ഇല്ല. കാര്യം ഇത് ഇന്നലെ പിന്നെ മാറ്റിയത്. ഇതിനകത്താണെങ്കിൽ നല്ല ആൽഗ വാട്ടർ. എനിക്കാണ് ആൽഗ വാട്ടർ കാണുമ്പോൾ പേടിയാണ് ഗൈസ്. എനിക്ക് എന്തെങ്കിലും മീനൊക്കെ പറ്റുമില്ല എന്തോന്ന് അറിഞ്ഞുകൂടാ. ആൽഗ വാട്ടർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മീൻ ചത്തുവെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ ഗൈസ്. അപ്പം നമ്മുടെ റോസ്റ്റെയിലിനെ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, ഇതാണ് റോസ്റ്റെയിൽ. ഇപ്പം ഞാൻ വിവമാരെയാണ് ഇതിനകത്ത് അക്വേറിയത്തിൽ ഇട്ടത്. പക്ഷേ പിന്നെ ഒരു ദിവസം ഇടാമെന്ന് വെച്ചു. ഇപ്പോൾ എന്തായാലും കൂത്താടി വരുന്ന സമയമാണ് ഗൈസ്. വേണ്ട, ഇതാണ് റോസ്റ്റെയിൽ ഗൈസ്. കണ്ട, ഫീമെയിലും ഉണ്ട് ഗൈസ്, ഒരു പേരാ. അത് വീടാവറായി. ഇനിയിപ്പം ഇങ്ങോട്ട് തീർണം. ഇതിപ്പോൾ എന്തായാലും ഇപ്പം എന്തെങ്കിലും കൂത്താടിയോ വല്ല വയലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സൂര്യ കൾച്ചർ ആവണമെങ്കിൽ അതും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് വരുമ്പോൾ സെറ്റാവും. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇത് നമ്മുടെ പ്ലാറ്റിനം ഡംബോ ഇയറിൻ്റെ കുട്ടികളാട്ടോ. അതിനകത്ത് കുട്ടികളുണ്ട് ഗൈസ്. കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ. ചെറുതായിട്ടൊക്കെ നമ്മളൊക്കെ കാണാം ഗൈസ്. ഇതിനകത്ത് ഗൈസ് ഡ്രാഗൻ്റെ ടാങ്കാണ്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ. കണ്ട, ഇതിൻ്റെ സെറ്റ് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. എല്ലാം വരുന്നതേ ഉള്ളൂ കേട്ടോ, സെറ്റാവുന്നേ ഉള്ളൂ. സെറ്റായിട്ട് കാണിക്കാം. ഇനി നമ്മൾ ടാങ്കിലെ
പ്ലാറ്റിനം ഡംബോയറിനെ കാണിച്ചു ഗൈസ്. എൻ്റെ ടാങ്ക് കാണിച്ചു തരാം. ടാങ്കും മീനെയും കാണിച്ചു തരാം ഗൈസ്. ഇതാ ഗൈസ് എൻ്റെ പ്ലാറ്റിനം റംബോട്ടേൻ്റെ ഗൈസ്. കണ്ടോ ഗൈസ്, പറ്റുന്നൂലൊക്കെ മാറ്റി ഗൈസ്. കണ്ടേ, ഇവന്മാരാണ് നമ്മുടെ പ്ലാറ്റിനം റംബോട്ടേൽ. ഇവന്മാരാണ് നമ്മുടെ പ്ലാറ്റിനം റംബോട്ടേൽ. നീ ഇയറൊക്കെ ഉണ്ട് കേട്ടോ, ഇയറൊക്കെ ഉണ്ട്. കണ്ടോ, ഇയറൊക്കെയാണ് ഇവന്മാർ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ ലാസ്റ്റ് മീൻ സൈക്കോള ഗൈസ് മീൻ ഇല്ല, ഇനി ഗൗറുണ്ട്. ഗൗറാൻ ഫുഡ് കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ അതിന് ലാസ്റ്റ് മീനെ കാണിച്ചു. ലാസ്റ്റ് മീൻ എന്തുവാ, നമ്മുടെ ഗപ്പി. നമ്മുടെ സാധാ ഗപ്പി കാണിച്ചു തരാം ഗൈസ്. കമോൺ. കണ്ടാ, ലാസ്റ്റ് ഗപ്പി കാണിക്കുമ്പോൾ ഈ ടാങ്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ അച്ഛൻ പണിഞ്ഞു തന്നെയാണ് ഗൈസ്. പണ്ട് അച്ഛൻ പണിഞ്ഞു തന്നെയാണ് ഗൈസ്. ഈ സിമെൻറ്റ് ടാങ്കിലാട്ടെ കൂടുതലും ഗപ്പി വരുന്നത്. സിമെൻറ്റ് ടാങ്കിലാണ് കൂടുതലും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്ടേ. ഇതാണ് എൻ്റെ ആദ്യത്തെ ടാങ്ക്. പിന്നുള്ളതാണ് ഇവന്മാരൊക്കെ വന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ടാങ്ക്. ഇനി ഗപ്പി കാണിക്കണ്ടേ, ബാ. കണ്ടാ, ഇതാണ് ഗപ്പീസ്. ഞാൻ കൈയിട്ട് കാണിച്ചു തരാം. കണ്ടാ, നമ്മുടെ ഗപ്പി. നൈസല്ലേ ഗൈസ്. പിന്നെ നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി ഗൈസ്. അപ്പം നമുക്കിനി ഗൗറ ഉണ്ട് ഗൈസ്. ഗൗറെ കാണിച്ചു തരാം ഗൈസ്. വലയിട്ട് മൂടിയൊക്കെ ആയിരുന്നു കേട്ടോ, പുറത്തൊക്കെ വന്ന് പിടിക്കും. അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഗൗറ ടാങ്ക്. ഇതിനകത്തിപ്പോൾ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇല്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഈ മരുന്നത് കണ്ടോ ഗൈസ്. ഈ ഫുഡാണ് ഗൈസ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ തത്തോളം കൊടുക്കും ഗൈസ്. കണ്ടോ, തത്തോളം കൊടുക്കാം. കാണിക്കാവേ. ഗൈസ് കണ്ടോ ഗൈസ്. കണ്ടോ, അത് വെതുക്കെ അടിക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് അറിയില്ല, നമ്മളിപ്പം വീഡിയോ വെച്ച് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും, നമ്മുടെ ക്യാമറ ഫോണിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്കിപ്പം മീൻ ഇങ്ങനെ അടിക്കാത്ത. നമ്മുടെ മീനോട് അവിടെ ഒന്ന് കൊമ്പിളിടുന്നുണ്ട് ഗൈസ്. നോക്കാം, എന്തായാലും ബാ, വേറെ ദിവസം കാണിക്കാം ഗൈസ്. അപ്പം നമ്മളെ വീട്ടിലെ മീനിനൊക്കെ നമ്മൾ കാണിച്ചു. ഇനിയിപ്പോൾ നമ്മൾ മീനിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാനലല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തുണ്ടെങ്കിലും പറയുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് സംസാരിച്ചാൽ മതി. എന്ത് തെറ്റുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. പിന്നെ വ്ളോഗ് ചെയ്യാൻ അറിയത്തില്ലെന്നൊന്നും പറയരുത് ഗൈസ്. നമ്മളിപ്പോൾ രസത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും